ഇനി എനിക്ക് പാടാൻ വയ്യ, ഞാൻ ചത്തു. നീ ചാവുന്നാണ് നല്ലത്. പന്നി കുറ്റപ്പെടുത്താണ്ട് ഒരു വഴി പറ. ആ ബാപ്റ്റിസ്റ്റിന് തലയിൽ പൊട്ടിച്ചേക്ക് ഇനി ഇവിടെ നിൽക്കാന്ന് വിചാരിക്കണ്ട. നമുക്ക് ഉമ്മന്റെ അടുത്തേക്ക് വിട്ടാലോ? പോണ്ടിക്ക എങ്ങനെ പോവാനാണ്? എന്റെ പൈസക്കില്ല ക്ലോസറ്റ് വാങ്ങിച്ച കൊണ്ട് പൊട്ടിച്ചില്ല ഈ സാധനം. കയ്യിലാന്ന് 10 പൈസ ഇല്ല. അരക്ക് ചുറ്റും സ്വർണം. ഓമനക്കുട്ടാ എന്തൊരു മതിലെന്റെ ദൈവമേ. സബ് ജയിലിന്റെ മതില. നീ എന്തായാലും ചാടുമെന്ന് എന്റെ അപ്പൻ അറിയായിരുന്നു. എടാ കാറിന് താക്കോല് വേണ്ടേ? താക്കോലൊന്നും വേണ്ടോ? ഇപ്പൊ ഭയങ്കര പരിപാടിയാണ്. ഇങ്ങനെ പോയാ പുരുഷു അനുഗ്രഹിക്കോ? അടിപൊളിയാണല്ലേ? എന്നാ ഇതല്ല, ഇതാണ് വണ്ടി. അയ്യേ ഇതാ ഓമനക്കുട്ടാ, നല്ല വണ്ടി കിട്ടാ. നോക്കിയത് ടയറുണ്ടായിരുന്നു. പാർക്കും. ഈ പെണ്ണ് വേറെ പണിയൊന്നുമില്ല. ഇത് ഓഫ് ചെയ്ത സാധനം ഊരിക്കെ. എന്തിനു? എടാ ഊരി, ഇനി അത് മതി അവന്മാര് ട്രേസ് ചെയ്ത് പുറകെ വരാൻ. എടാ അത് കളയടാ, നമ്മള് പുതിയ ദിവസം മേടിച്ചിട്ടില്ലേ, പഴയത് കള. എന്തൊക്കെ പുലി പോലെ ഒപ്പിച്ച് വെച്ചോണം. എടാ ഒടിച്ച് കളയടാ, ആ പെണ്ണിന്റെ വിളിയല്ലേ വരുള്ളൂ. എടുത്ത് കള. അയ്യോ അതിനകത്തൊരു 3 രൂപയുടെ പെണ്ണായിരുന്നു. വിളിച്ച് ചേർത്തിട്ട് ഓടിച്ചോളായിരുന്നു. ഉമ്മനെ എന്തായാലും ഇപ്പൊ വിളിക്കണം. നേരം വിളിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് കിടക്കായിരിക്കും. ശരിയാ. പിന്നെ ഇതിനകത്ത് കിടന്നുറങ്ങാനോ? മറ്റേ ഐറ്റംസ് ഉണ്ട് ബാക്കില്, വെറുതെ ഇരിക്കും. അയാൾ ഇവിടെ വരുന്നില്ല. കൊച്ചിയിലൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് പോണ്ടിച്ചേരിയടാ. ആരോ മന്നുണ്ട് കേട്ടാ. അതേതാ വണ്ടി? ഇന്നോവ. പണി വല്ലതും ആണോ? ഇന്നോവ അല്ലല്ലോ ബ്രദർ. നേരെ പോയാൽ പോണ്ടിയെത്തോ? വന്ന വഴി തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പോണ്ടി എത്തൂല്ലോ. അപ്പം നേരെ തന്നെ വിട്ടോ. ഓമനക്കുട്ടാ, നീ ഇടി കൊള്ളൂ. നീ സണ്ണി വെറുതെ തോട്ടിയിടണ്ടോ? ഓമനക്കുട്ടനോട് സണ്ണി, അവനോട് ഒന്നുകുട്ടനവിടെ ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. നിറച്ച ആൾക്കാര്. മൂത്രമൊഴിക്കാൻ പോയ അവൻ. മൂത്രം ഒഴിക്കാനാണ് ഇവിടെ എവിടെയെങ്കിലും കാണില്ലേ? അടിയനെ കൊണ്ട് തോറ്റല്ല. അടുത്ത് ഇറങ്ങിയിരിക്കുകയായിരിക്കും. അവൻ ഇവിടെ കുത്തിയിരിക്കാനൊന്നും പറ്റില്ല. അതിന് വേറെ വല്ല പരിപാടി ഒപ്പിക്കുവോ? വേറെന്താ പരിപാടി ഒപ്പിക്കാനായിട്ട്? ഇന്നലെ വന്ന വണ്ടിക്കാരൻ ബാപ്റ്റിസ്റ്റ് ആണല്ലായിരിക്കും. അയ്യോ ശരിയാണല്ലോ. ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഓമനക്കുട്ടോ, ഓമനക്കുട്ടാ. സ്വിച്ച് ഓഫ് ആണ്. ഞാൻ അങ്ങനെ വിളിച്ചോ?
4 പേരുടെ ഒരു വഴിക്ക് വന്നിട്ട് ഇനിയിപ്പോൾ അവനില്ലാണ്ട് ബാപ്റ്റിസ്റ്റ് എന്നല്ല, ഒരുത്തനും നമ്മളവനെ വിട്ടുകൊടുക്കൂല. നമ്മുടെ കൂടുള്ള ഒരുത്തനാണ്. രാത്രി ഒന്ന് വണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. നീ ഒറ്റ കാരണം ഈ പ്രശ്നം ഉണ്ടായത്. വെറുതെ ഇരുന്ന ചെക്കനെ പിടിച്ചിട്ട് ബിസിനസ് മണ്ണാങ്കട്ട പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട്. അപ്പൊ ഞാൻ കുറ്റക്കാരൻ അല്ല. അല്ല, അവന്റെ കാശിന് നീയൊക്കെ ഉണ്ടായിരുന്നല്ലോ പുട്ടടിക്കാനായിട്ട്. എഴുന്നേറ്റാ സാർ എവിടെ ഇരുന്നു? ഞാൻ കഴിക്കാൻ പോയി. പല്ലിന് ഭയങ്കര ഗ്യാപ്പ് ഈടെയായിട്ട്. അത് ഇത്രയും തിന്നിട്ട് അടഞ്ഞില്ലേ ഇത്? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിങ്ങളെല്ലാം ഉറക്കുമായിരുന്നു, കഴിക്കാൻ പോയതല്ലേ. കൂട്ടാ നീ കാരണം എന്തൊക്കെ തലവേന കേറ്, വാ, വാ, വാ. ഞങ്ങൾക്കും വല്ലതും കയറണം. ഡാ സണ്ണി, വാ. എന്റെ അണ്ണൻ കിടിലോടാ. അതോടെ വെച്ചേ ഇല്ലാത്ത കാശ് കൊടുത്ത് മേടിച്ചാണ്. ഓ ശരിയാടെ, ഫോണൊക്കെ ഒന്ന് തുടങ്ങിയ. ഹലോ, ഇതിനൊന്നും ഒരു കുറവുമില്ല. ഇതേത് നമ്പർ? എവിടെ പോണ്ടില്ല? എല്ലാവരും ഉണ്ടാ? അവിടെ നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എങ്ങോട്ടേ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നന്നായി. ഇതെന്റെ പുതിയ റൈബൺ. നീ നിന്റെ ലോക്കൽ ഗ്ലാസ് വെച്ചാൽ മതി കേട്ടോ. ഓ पिक्चर अभी भी बाकी है भाई. ഓമനക്കുട്ട, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ 3 പേരും ഉമ്മന്റെ പഴയ ഫ്രണ്ട്സാ. നിന്നെ കുറിച്ചാണെങ്കിൽ അവന് ഞാൻ പറഞ്ഞ അറിവേ ഉള്ളൂ. എടാ ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്. നിന്റെ നല്ലതിന് വേണ്ടിയാ പറയണത്. ഒരു ശല്യോ പോലും. അവിടെ നിന്ന് കൂടി ഇറങ്ങിട്ട് വന്ന പിന്നെ പോകാൻ വേറെ സ്ഥലമില്ലട്ടാ. ആ അപ്പൊ ഞാനാണുള്ള പ്രശ്നം. ഞാനെന്റെ പ്രശ്നം ഉണ്ടാക്കൂല ഇനി. എടാ ഓമനക്കുട്ട, ഓമനക്കുട്ടാ, നീ പറയുന്നത് മനസ്സിലാ. ഓമനെ അളിയാ, താനെന്താ? ഏയ് എടാ, എന്റെ ഉമ്മ. ഉമ്മ, ഇതെന്റെ പുതിയ ലോക്കിംഗ്. നിന്റെ റൈമ പൊട്ടിപ്പോയല്ലേ? കണ്ടാ മനസ്സിലാവണില്ലേ? മനസ്സിലായി. കരടി കണ്ണാടി വെച്ചൊരു മുഖം, അവന്റെ ഒരു ഗ്ലാസും. സാരമില്ലമ്മ, നമുക്ക് വേറെ വാങ്ങിക്കാം. എടാ ബാത്റൂം എവിടെയാ? എന്താടാ? സൂക്ഷിക്കണം. തൊപ്പി എങ്ങനെ വേണ്ടേ? അതായത് ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതിയിട്ടാ. ഇവനാണ് രാജേന്ദ്രൻ. ഇവൻ നമ്മുടെ ആളായിരുന്നു. അവന്മാര് പാസ്പെസ്റ്റിന്റെ തല തല്ലി പൊളിച്ചപ്പോ യവൻ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ ഞാൻ ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞു. അല്ല, ഈ പറഞ്ഞു വിട്ടു. ഇവനാളത്ര ശരിയല്ല. ഇത് നമ്മുടെ പോണ്ടിച്ചേരിയിലെ റിസോർട്ട്. ആ ഡയമണ്ട് ഇവന്മാരാരും അറിയാതെ ഞാൻ നമ്മുടെ പോണ്ടിച്ചേരിയിലെ പബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ എത്തിച്ചിട്ടുണ്ട്. മേഘന നമ്മുടെ പോണ്ടിച്ചേരിയിലെ റിസോർട്ടിലെ പാസ്പിസ്റ്റിന്റെ ഞാൻ ആരാണെന്നാ? എന്റെ കർത്താവേ, അതെ ഇത് ഞാനാ. 20 വർഷമായി പാസ്പിസ്റ്റിന്റെ കൂടെ ഉള്ളതാ ഞാനാ, ഫ്രെഡി. 20 വർഷമായി ആലോചിക്കാം.